ഭൗതികമായ നേട്ടങ്ങളും അമേരിക്കയിലെ മികച്ച ജോലിയും ഉപേക്ഷിച്ച് ദൈവവിളിയുടെ പാത സ്വീകരിച്ച് മാത്യു ജേക്കബ് പള്ളിവാതുക്കൽ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനായ മാത്യു ജേക്കബ് ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയ്ക്ക് വേണ്ടിയാണ് വൈദികനാകുന്നത്. 2026 മെയ് 23 ടെക്സാസിലെ ഗാർലൻഡ് സെന്റ് തോമസ് സീറോ മലബാർ പള്ളിയിൽ വെച്ച് ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുശ്രൂഷകൾ നടക്കും. അമേരിക്കയിൽ മികച്ച കരിയർ ഉണ്ടായിരുന്ന മാത്യു തന്റെ ജീവിത ലക്ഷ്യം ക്രിസ്തുവിനെ സേവിക്കുക എന്നതാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ജോലി ഉപേക്ഷിച്ച് സെമിനാരിയിൽ ചേർന്നത്. ലോകം നൽകുന്ന സുഖ സൗകര്യങ്ങളെക്കാൾ വലുത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നതാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ഇദ്ദേഹം തെളിയിക്കുന്നു. ജീസസ് യൂത്ത് എന്ന അൽമായ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാൾ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് പ്രവാസി മലയാളി സമൂഹത്തിനും സഭയ്ക്കും വലിയ ആവേശം പകരുന്ന ഒന്നാണ്. മെയ് 23 നടക്കുന്ന ശുശ്രൂഷയിൽ നിരവധി വൈദികരും വിശ്വാസികളും പങ്കുചേരും. 5ാം ക്ലാസ് മുതൽ 12 വരെ കളമശ്ശേരി CMI രാജഗിരി സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. തുടർന്ന് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. 9ാം ക്ലാസ് മുതൽ രാജഗിരിയിലെ ജീസസ് യൂത്തിന്റെ പ്രെയർ മീറ്റിംഗിൽ പങ്കെടുക്കുമായിരുന്നു. പിതാവായിരുന്നു ജീസസ് യൂത്തുമായി അടുപ്പിച്ചത്. മാത്യു 6ൽ പഠിക്കുമ്പോഴാണ് പിതാവ് നവീകരണത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആത്മീയത കുടുംബത്തെ പൊതിഞ്ഞു. പിതാവ് ധ്യാന ശുശ്രൂഷകളിൽ സഹായിക്കാൻ പോകുമായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനകാലത്താണ് മാത്യുവിന് ദൈവാനുഭവം ഉണ്ടാകുന്നത്. അതിന് വഴിയൊരുക്കിയത് ജീസസ് യൂത്ത് ആയിരുന്നു. രാജഗിരിയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്ന 3 പേർ ഇപ്പോൾ വൈദികരാണ്. 4ാമനാണ് ഡീക്കൻ മാത്യു. ഒരു സിസ്റ്റർ അടക്കം 4 പേരാണ് ആ ഗ്രൂപ്പിൽ നിന്നും സമർപ്പിത ദൈവവിളി സ്വീകരിച്ചത്. അമേരിക്കയിലെത്തിയിട്ടും ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിൽ മാത്യു വളരെ സജീവമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഈശോയെ അവിടുന്ന് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വ്യക്തമാക്കണമേ എന്നൊരു പ്രാർത്ഥന നടത്തി. ദൈവം തന്നെ വിളിക്കുന്നുണ്ടെന്ന് ചില അടയാളങ്ങളിലൂടെ തുടർന്ന് സ്ഥിരീകരിച്ചു. അമ്മയും സഹോദരിമാരും അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി. ദൈവം എല്ലാം ഏറ്റെടുക്കുമെന്ന ബോധ്യം മനസ്സിൽ നിറഞ്ഞു. തന്റെ പിതാവ് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം എന്ത് നിലപാടാണ് ഈ സമയത്ത് സ്വീകരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നതെന്ന ചിന്ത മനസ്സിൽ പലപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും തീരുമാനമെടുക്കാൻ പ്രയാസപ്പെട്ടിരുന്ന സമയത്താണ് അവധിക്കായി കേരളത്തിലെത്തിയത്. പിതാവിന്റെ അടുത്ത സുഹൃത്തിനെ കണ്ടു. വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അദ്ദേഹം മാത്യുവിന്റെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. തന്റെ മകൻ സെമിനാരിയിൽ ചേരാനുള്ള സാധ്യതയൊന്നുമില്ല, എന്നാലും അവൻ വൈദികനാവുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും എന്നായിരുന്നു ആ വാക്കുകൾ. അതിലൂടെ മാത്യു തന്റെ ദൈവവിളി ഉറപ്പിച്ചു. 2019 ചിക്കാഗോ സീറോ മലബാർ രൂപതയ്ക്ക് വേണ്ടി ഫ്ലോറിഡയിലുള്ള സെന്റ് വിൻസെന്റ് ഡി പോൾ സെമിനാരിയിൽ അദ്ദേഹം അങ്ങനെ ചേരുകയായിരുന്നു.